ഇല്ലാതായി തീരും. കാരണം 4 മാസം ആരും നനക്കാനില്ല. അപ്പോൾ ജനുവരി മുതൽ മഴയില്ല. പിന്നെ ഏപ്രിൽ പകുതി ആകുമ്പോഴേ മഴ വരുന്നുള്ളൂ. അപ്പോൾ 4 മാസത്തോളം ഈ വെയിലിൻ്റെ ശക്തിയിൽ ഉണങ്ങിപ്പോകുന്ന ചെടികളെല്ലാം ഉണങ്ങിപ്പോയി. അവശേഷിക്കുന്ന ഏതാനും 1-2 ഇനം പുല്ലുകൾ മാത്രമായിരിക്കും. അപ്പോൾ വെറൈറ്റി ചെടികളെല്ലാം, അതായത് മരങ്ങളാവേണ്ട ചെടികളെല്ലാം, മാവും പുളിയും ഒക്കെ നമ്മൾ മുറ്റത്ത് വളരണമെങ്കിൽ വെള്ളം വേണം. അത്തരത്തിലുള്ള കാട്ടുമരങ്ങളെല്ലാം, ആ ടൈപ്പിലുള്ള എല്ലാത്തരം കാട്ടുമരങ്ങളും ഇവിടുന്ന് അപ്രത്യക്ഷമാകും. പതുക്കെ എന്താവും, ഇതൊരു മുട്ടക്കുന്നായി മാറും. അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്ത് ചെയ്യാം, കരിങ്കല്ലൊക്കെ പൊട്ടിച്ചെടുത്ത വെറും ഒരു പാറയല്ലേ എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ പാറകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മളിവിടെയൊക്കെ വന്ന് നിരന്തരം പണിയെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വലിയ പാറ ഇവിടെ പ്രത്യക്ഷപ്പെടും. നമ്മളിവിടെ കുറച്ച് കഴിഞ്ഞ് തീയൊക്കെ ഇട്ട് ക്യാമ്പ് ഫയറൊക്കെ നടത്തി, അപ്പോൾ മരങ്ങളൊക്കെ പുല്ലൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞ് ഇവിടെ ബെയറാക്കി വെച്ച് നല്ല മഴ പെയ്യുമ്പോൾ പുഴ അങ്ങ് കലങ്ങും. പുഴ കലങ്ങുന്നത് ചുമ്മാ കലങ്ങുന്നതല്ല, മണ്ണൊഴുകി വന്നതാണല്ലോ, അല്ലാതെ മഴ ഒരിക്കലും കലങ്ങിയല്ല പെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കിയിട്ട് മൊത്തം വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഒരു സ്വഭാവം കാണാം, ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ അവസ്ഥ കാണാം. ഗഡ്സ് ഇങ്ങനെ എണീറ്റ്, ഇവിടെ ബാണാസുര നമ്മളെ കോട്ടയെല്ലാം മുങ്ങി, ഇന്നലെ നമ്മൾ കണ്ടതെല്ലാം അല്ലേ, അതെല്ലാം കോടയ്ക്കുള്ളിലാണ്. കുറച്ചു നേരം ഇവിടെ ഇരുന്നൂടെ, എല്ലാവർക്കും നന്നായിരിക്കും. വിരിക്കപ്പെട്ടതാണ്. നേരെ അങ്ങ് ആ മീനങ്ങാടിയിലൂടെ ചെന്ന് ബത്തേരിയിലൂടെ ചെന്ന് നൂൽപ്പുഴയിലേക്ക് പോയി, നൂൽപ്പുഴയിലൂടെ അങ്ങ് പോയി കാവേരിയിൽ ചെന്നിട്ട് കബനി നദിയൊക്കെ കണ്ട് കാവേരിയിൽ പോയി അങ്ങനെ സഞ്ചരിച്ച് അങ്ങോട്ട് പോകാനുള്ളതാണോ, അതല്ല മലയുടെ ഇങ്ങേ ചെരുവിൽ ചെയ്ത് ചാലിയാറിലേക്ക് ചെന്ന് എൻ്റെ നിലമ്പൂരിലൂടെ ഒഴുകിയിട്ട് അരീക്കോടും കോഴിക്കോടും ബുയപ്പൂർ കടലിൽ ചെന്നിട്ട് അറബിക്കടലിലേക്ക് പോകാനുള്ളതാണോ ഈ പെയ്യുന്ന പെയ്ത്തെന്ന് എപ്പോഴെങ്കിലും മലമുകളിൽ ഇരുന്ന് ആലോചിക്കണം. എന്ന് വെച്ചാൽ ഒരു വിധിയാണ്. ഒരു മഴ പെയ്യുന്നതിൻ്റെ ഒഴുക്ക് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ യാത്രകളുടെ ഒരു തുടക്കമാണ്. ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് പുഴ എങ്ങോട്ടൊക്കെ ഒഴുകുന്നു എന്നാണ്. പുഴ ഒഴുകുന്ന വഴികളിലാണ് സംസ്കാരങ്ങളൊക്കെ ഉണ്ടായത്. പോകുന്ന വഴിയിൽ ഒരുപാട് നിർമ്മിതികളുണ്ട്, മനുഷ്യൻ്റെ ഇടപെടലുകളുണ്ട്, പ്രകൃതിയുടെ തന്നെ ഒരുപാട് നിർമ്മിതികളുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്തു, ഈ ഒഴുക്കിനെ പല വഴിയും തടഞ്ഞു നിർത്തി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കർണാടകയ്ക്ക് ഒഴുകി പോകേണ്ട വെള്ളത്തെ ഈ ബാണാസുര ചെരുവിൽ വെച്ച് തടഞ്ഞു നിർത്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം പണിതു. അവിടെ വെള്ളം സംഭരിച്ചു. കർണാടകക്കാർ കൊടുത്തില്ല. ഭൂമിക്കടിയിലൂടെ കൊച്ചു. ഈ മലക്കുള്ളിലൂടെ തുരങ്കമുണ്ട്. തുരങ്കം എടുത്തിട്ട് എങ്ങോട്ട് ചാടിച്ചു, നമ്മളെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിത്തിൻ്റെ അപ്പുറത്തുള്ള കക്കയത്തിൻ്റെ മേലെയുള്ള ആ റിസർവയറിൽ സൂക്ഷിച്ചു വെച്ചു. ഉൾപ്പക്കരല്ലടാ, ഏതാ ഫ്ലെയിം, നാട്ടുമരങ്ങൾത്തി. ശബ്ദം കേട്ടിട്ട് ഇവ കച്ചറക്കാരന് എൻ്റെ ഒരു പക്ഷി നിരീക്ഷകൻ പെണ്ണെട്ടി. ഇപ്പം എങ്ങനെയുണ്ട് വീട്ടിലെ അവസ്ഥ വെച്ച്, ബ്ലാക്ക് റംബർ വുഡ് പെക്കറിൻ്റെ പരിപാടിയാണ് ഒച്ചപ്പാട്. ഉദാഹരണം പറഞ്ഞതാണ്, പോട്ടെ. അപ്പോൾ കക്കയം ഡാമിലെത്തി, കക്കയം ഡാമിൽ സംഭരിച്ചു വെച്ച് അവിടെ നിന്ന് താഴേക്ക് വെള്ളം കൊണ്ടുപോയിട്ട് കക്കയം ടൗണിലൊരു പവർ ഹൗസ് സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ വൈദ്യുതി വിതരണം. പ്രൊജക്റ്റിൻ്റെ പേരറിയാലോ, കുറ്റ്യാടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. കുറ്റ്യാടിക്കാർ 3 എണ്ണം ഉണ്ടല്ലോ ഇവിടെ. കുറ്റ്യാടിക്കാരെ അറിയേണ്ടത്, കുറ്റ്യാടിയിലല്ല പ്രൊജക്റ്റ് നടക്കുന്നത്. പ്രൊജക്റ്റ് എവിടെയുള്ളത്, കക്കയത്താണുള്ളത്. പക്ഷെ എന്താ പേര് വരാൻ കാരണം, കക്കയത്ത് തടഞ്ഞു നിർത്തിയത് കുറ്റ്യാടിപ്പുഴയുടെ തലപ്പാണ്. അപ്പോൾ പേരാൻ കിട്ടുമെന്നുള്ളൂ. കുറ്റ്യാടി അത് മനങ്ങൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഇനി വേറെ ഒരു ടെസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച വെള്ളം വെറുതെ കടലിലേക്ക് ഒഴുക്കി വിട്ടില്ല. കുറ്റ്യാടിയിലെ വൈദ്യുതി വലിയ നിലയായതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം ഒഴുകി വന്നിട്ട് താഴ്ഭാഗത്ത് അതിസുന്ദരമായൊരു ഗ്രാമം ഉണ്ടായി. അതാണ് പെരുവണ്ണാമൊഴി. അവിടെ വെള്ളം തടഞ്ഞു നിർത്തി. കരിയാത്തമ്പാറൊക്കെ കാണാൻ പോകുന്നവർ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അറിയേണ്ടത്, ആ ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായ ജലാശയം ഈ വയനാട്ടിലെ ബാണാസുരയിലെ വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് അങ്ങ് മാണ്ഡ്യയിലെയും മൈസൂരിലൊക്കെ കർഷകർക്ക് ഒഴുകി കൃഷിയിടങ്ങളിലേക്ക് ഒഴുകി പോകേണ്ട വെള്ളം ഇവിടെ തടഞ്ഞു വെച്ചിട്ട് ഭൂമിക്കാട് ഇവിടെ തുരങ്കം ഉണ്ടാക്കിയിട്ട് കക്കയത്ത് നമ്മളെ മലബാർ വന്യജീവി സംഘത്തിനകത്ത് സൂക്ഷിച്ചു വെച്ച് അവിടെ നിന്ന് ആവശ്യാനുസരണം കോഴിക്കോട്ടുകാർക്കും മലപ്പുറത്തുകാർക്കും വെള്ളം, ഒരു കറണ്ട് ആവശ്യത്തിന് വെള്ളം താഴേക്ക് തുറന്നിട്ട് കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിച്ച് ബാക്കിയുള്ള മെച്ചമുള്ള വെള്ളം ബാണാസുര അല്ല അവിടെ പെരുവണ്ണാമൊഴിയിൽ ഒരു ഡാം പണിത് അവിടെ സൂക്ഷിച്ചു വെച്ച് അവിടെ നിന്ന് വലിയ പൈപ്പ് ഇട്ടിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് കുടിവെള്ളത്തിന് കൊണ്ടുപോയി അവിടെ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ പള്ളി കയറി ഒതെടുക്കുമ്പോഴോ ഹോട്ടലിൽ കയറിയിട്ട് മുഖം കഴുകുമ്പോഴോ റൂം എടുത്തിട്ട് കുളിക്കുമ്പോഴോ അറിയേണ്ട കാര്യം ഇത് പുഴയിലെ വെള്ളമാണ്. അപ്പോൾ താമരശ്ശേരി ചുരം കയറി വരുമ്പോഴോ കുറ്റ്യാടി ചുരം കയറി വരുമ്പോഴോ കുടുംബസമേതം ടൂറൊക്കെ നടത്തിയിട്ട് ധാരാളം ഭക്ഷണങ്ങൾ കയറി കൊണ്ടുവന്ന് ആ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റും ഗ്ലാസും
കുട്ടികളൊക്കെ മൂത്രമൊഴിക്കാൻ കെട്ടിക്കെടുത്ത പാമ്പേഴ്സൊക്കെ അവിടെ ചുരത്തിൽ നീട്ടി എറിയുമ്പോൾ ആ പാമ്പേഴ്സും ആ നാപ്കിൻസും ആ പാഡും ചോറിൻ്റെ അവശിഷ്ടങ്ങളും മൂത്രമൊഴിച്ചതും എല്ലാം കൂടി കലങ്ങി ഒഴുകിയിട്ട് ഏതോ പുഴയിലൂടെ ഒഴുകി വരുമ്പോൾ തടയണ കെട്ടി തടഞ്ഞു നിർത്തിയിട്ട് ആ വെള്ളം പമ്പ് ചെയ്തിട്ടാണ് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കുളിക്കുന്നത് എന്ന് ഓർത്തിരിക്കണം. എന്നെ ബാധിക്കില്ല എന്ന് ആരും തീരുമാനിക്കരുത്. പലരുടെയും ധാരണ ചുരത്തിലൊക്കെ ഇടുമ്പോൾ ഞാൻ ഈ ചുരത്തിൽ ഇനി വരൂലല്ല, ഞാൻ ടൂർ വന്നതല്ലേ, ഞാൻ ക്യാമ്പിന് വന്നതല്ലേ, ഞാൻ ഇനി പോവല്ലേ, ഇനി ഞാൻ എന്തിന് പ്രശ്നമാക്കുന്നു? എൻ്റെ കുട്ടീൻ്റെ പാമ്പേഴ്സൊക്കെ ഇവിടുത്തെ. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ വർഷം താമരശ്ശേരി ചുരത്തിൽ ചോലകളെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ചങ്ങാതി എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ചോലയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല സോഫ്റ്റ്, ഞാൻ കരുതി സോഫ്റ്റായ മണ്ണല്ലേന്ന്. നോക്കുമ്പോൾ ആദ്യ മഴയിൽ പൊങ്ങി വരിക മുപ്പന്മാരെല്ലാം. കാരണം ഈ ചുരത്തിലെല്ലാവരും പാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ചെറിയ ചോലയുള്ള അടുത്താ പാർക്ക് ചെയ്യുക. പ്രാഥമിക കാര്യങ്ങളൊക്കെ നടക്കുകയെ അപ്പം വെള്ളം എടുക്കാം, പാത്രം കഴുകാം, അല്ലെങ്കിൽ കുട്ടിയെ ഒക്കെ കഴുകി കൊടുക്കാം എന്ന് കരുതിയിട്ട് ഇതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് അവിടെ തന്നെ ഇടും. പോകുന്നവനൊന്നേ ചെയ്തോളൂ, ഇഷ്ടം പോലെ. ഞാൻ എൻ്റെ വീട്ടിലെത്തി പറഞ്ഞു, നല്ല സോഫ്റ്റ് ആയ സ്ഥലത്തൊക്കെ നടന്നാൽ വരുന്നത് ഷൂട്ടിന്. ഇതെന്താ കാര്യം? ഇവന്മാരുടെ ധാരണ താഴെ അടിവാരത്ത് നിന്ന് വന്നിട്ട് പിന്നെ അടുത്ത പരിപാടി ഹോട്ടലിൽ കയറിയിട്ട് നല്ല കുഴിമന്തിയൊക്കെ തിന്നുമ്പോൾ മുഖമൊക്കെ വാഷ് ചെയ്ത് എവിടുന്നാണ് ആ വെള്ളം എടുക്കുന്നത്? തൊട്ട് താഴെയുള്ള തോട്ടുനിന്ന് എടുക്കുന്നത്. അല്ലെങ്കിൽ ടാപ്പിൽ വരുന്ന വെള്ളം മുഴുവൻ പുഴവെള്ളമാണ്. ഒരു ടാപ്പും കിണർ കുത്തി എടുത്ത വെള്ളമല്ല. കോഴിക്കോട് നഗരത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി, മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചീക്കോട് കുടിവെള്ള പദ്ധതി 22 സ്ഥലത്ത്. പുഴ കാണുന്ന മിക്ക സംഭരണശാലകളും വെള്ളം എടുത്തു പോകുന്നുള്ള, അങ്ങനെ റൗണ്ട് കാണുന്ന എല്ലാ സാധനങ്ങളും. ഇതറിയേണ്ടത് എവിടെ ചെന്നാലും നമ്മൾ വലിച്ചെറിയുന്നത് മുഴുവൻ നമ്മുടെ കുടിവെള്ളത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഒരു വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നത് നേരെ ചെന്ന് അടുത്ത പുഴയിലെത്തുന്നു. ആ പുഴ ഞങ്ങൾ മൈസൂരോ ഊട്ടിയിലൊക്കെ ആ റൂട്ടിൽ എപ്പോൾ യാത്ര ചെയ്തോ ബാംഗ്ലൂരിൽ പോയിട്ട് ബാംഗ്ലൂരുകാർ വളരെ ഹാപ്പിയാണ്. എന്തൊരു നല്ല നഗരമാണെന്ന് പറഞ്ഞത്. എല്ലാം പുഴ വെള്ളമാണ്, ഏതെങ്കിലും റിസർവോയറിലെ വെള്ളമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിക്കണം. ഒരിടത്തും വേസ്റ്റ് ഒന്നും ഇടരുത്, ഒരിടത്തും കാട് കത്തിക്കരുത്. ഇവിടെ കാട് കത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണ് ഒഴുകിപ്പോകും. ഇവിടെ കത്തിയ സ്ഥലമാണിത്, അതുകൊണ്ടാണ് ഇവിടെ മരങ്ങളൊക്കെ പോയത്. നിന്ന് കത്തിയ മരമാണത്. കണ്ടത് ഒരു വീട്ടിമരമാണ് ആ കത്തിയത്. അതായത് ഒരു രക്ഷയില്ല, കത്തും, നിന്ന് കത്തും, കാട് കത്തും. അപ്പോൾ നമ്മൾ ആമസോൺ കാട് കത്തുന്നതിന് മാത്രമല്ല, നമ്മുടെ ചെറിയ പുല്ല് കത്തുമ്പോഴും ഒരുപാട് പ്രശ്നമാണ്. അപ്പോൾ ശബ്ദം കുറച്ചേരം കേൾക്കുക. എല്ലാവരും ഒന്ന് സൈലൻ്റ് ആയിരിക്കും കുറച്ച് സമയം. നമുക്ക് കൃഷിയുണ്ട്, അത് തേയില കൃഷിയാണ്. മൂന്നാറിൽ പോയാൽ കാണാം, നല്ല പുൽമേട് ആവാസ വ്യവസ്ഥയൊക്കെ തകർത്തിട്ടാണ് തേയില കൃഷി ചെയ്തത്. ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞ് ഞാൻ ആ തേയില കഥകൾ മുഴുവൻ പറഞ്ഞ് ഒരു വിശദമായ ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു തന്നോട് സ്വകാര്യ ചോദിച്ചു, മാഷെ ഞാൻ ചായ കുടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ചായ കുടിക്കാറില്ല, നീ കുടിച്ചോണ്ട്. കാരണം എന്താണ്? ഇനി നമ്മൾ ചായ കുടിക്കാതിരുന്നിട്ട് കാര്യം. ഇതിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഇതിൻ്റെ മൗലികതയിലേക്ക് തിരക്കുടിച്ച് പോകണ്ട, പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഇതെല്ലാം തേയില കഥകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കാടിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്ന കാര്യം അതായിരിക്കും. നമ്മൾ ഓരോന്നിനോട് ഇഷ്ടവും അനിഷ്ടവും വരുന്നതിൻ്റെ കഥകളുണ്ടല്ലോ. ഓരോന്നിനും നമുക്ക് ഒരാളോട് ഇഷ്ടം വരുന്നത് അയാളെ കൂടുതൽ അറിയുമ്പോഴല്ലേ, ഒരാളോട് ഇഷ്ടക്കുറവുണ്ടാകുന്നതും കൂടുതൽ അറിയുമ്പോഴാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ ആ സ്റ്റുഡൻറ്റ്, ഞാൻ ബാബു ബാലരാജിനെ കൊണ്ടുപോയതുപോലെ ഒരു കാട്ടിൽ കൊണ്ടുപോയ അന്നത്തെ ഒരു സയൻസ് ക്ലാസ്സിൽ ഒരു പയ്യൻ ഇപ്പോഴും ചായ കുടിക്കില്ല. അന്ന് വിശദമായ ഇത് അവൻ്റെ തലക്കങ്ങ് കയറി, എനിക്കിനി ചായ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഇപ്പോഴും അവൻ സൂക്ഷിക്കുന്നു. കുഴപ്പമില്ല, നമ്മളെ തന്നെ പല ഗുരുനാഥന്മാരും ചായ കുടിക്കാറില്ല, ബേക്കറി പലഹാരം കഴിക്കാറില്ല. എന്നുവെച്ചാൽ ആഹാരത്തിൽ അവർ കൃത്രിമത്വമുള്ളത് സ്വീകരിക്കുന്നില്ല, ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു ചെറിയ വ്യത്യാസം ഇപ്പം തന്നെ പറയട്ടെ. ഇതിലൊച്ച ചിന്തിക്കുന്നവർ ഇനി മുമ്പോട്ട് ഇതിലേക്ക് വീട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അറിയേണ്ടത്, ഞാൻ ക്യാമ്പിൽ ചായ കൊടുക്കുന്നതും ക്യാമ്പിൽ കോഴി കൊടുക്കുന്നതോ ക്യാമ്പിൽ എന്തെങ്കിലും നമ്മൾ ബേക്കറി പലഹാരങ്ങൾ ഇപ്പോൾ റസ്കൊക്കെ കൊടുക്കുന്നതോ ബിസ്ക്കറ്റ് കൊടുക്കുന്നതൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നല്ലതോ ചീത്തയോ എന്നുള്ള ആലോചന കൊണ്ടല്ല, മറിച്ച് എൻ്റെ ക്യാമ്പിൽ ചായ ഇല്ല എന്ന് പറയുമ്പോൾ ഇതിൽ പകുതി പേര് നിരാശരാകും. അവർ ഈ കഥകൾ കേൾക്കാനും ഈ കാര്യം മനസ്സിലാക്കാനും നമുക്കൊപ്പം ഇല്ലാതായിത്തീരും. അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചായ ഉപേക്ഷിക്കുകയോ പലഹാരങ്ങൾ ഉപേക്ഷിക്കുകയോ ഒരു മാംസവും കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോളും. അത് നമ്മുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ കേൾക്കാൻ വിളിക്കുന്നവർക്കൊക്കെ നമ്മൾ നൽകുന്നത് ഇവർ നമ്മൾക്കൊപ്പം നിൽക്കാനാണ്. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർക്കൊപ്പം ആളില്ലാത്തതിൻ്റെ കാര്യം ആദ്യത്തെ പരിസ്ഥിതി യോഗത്തിൽ തന്നെ ഇവർ ചായ കൊടുക്കും. സ്ഥിരമായി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങാതിമാർക്ക് 10 മണിൻ്റെ ചായ കിട്ടുക എന്ന് പറയുമ്പോൾ 11 മണിൻ്റെ ക്ലാസ് വരെ കേൾക്കാൻ മൂടുണ്ടാവില്ല. ക്ലിയർ അല്ലേ കാര്യം പറഞ്ഞത്? അപ്പം ഞാൻ കുറേ ഞാൻ സഞ്ചരിച്ച വഴിയിലൊക്കെ എനിക്ക് ചായ കിട്ടിയില്ല. അപ്പം ചായ കുടിച്ച് ശീലമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം
നമ്മളവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചായ കൊടുത്തതിൻ്റെ കാര്യം നിങ്ങൾ ചായ എന്നും കുടിക്കണം എന്നുള്ള അർത്ഥത്തിലോ ചായ ഉപേക്ഷിക്കണം എന്ന അർത്ഥത്തിലോ അല്ല, സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ഇവർ പലപ്പോഴും നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾക്കിത് എക്സ്ട്രീം കാര്യമുണ്ട് കേട്ടോ. നമ്മളെ കൂട്ടത്തിൽ നമ്മളെ വളർത്തിയവർക്കിടയിൽ ഇപ്പോഴും ചായ കുടിക്കാത്തവരും പലഹാരം കഴിക്കാത്തവരൊക്കെ ഉണ്ട്. അവരോട് ഞാൻ പറയുന്ന കാര്യം, അത് നിങ്ങൾക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. നിങ്ങൾ ഉയർന്നെത്തിയ ഒരവസ്ഥയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ലെവലെത്താൻ, പക്ഷെ പലപ്പോഴും എത്തിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ സാമൂഹ്യ ജീവി ആണ് എന്നുള്ള തന്നെ അടിസ്ഥാനം. ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഇങ്ങനെയൊക്കെ പറയുന്ന മാഷയുടെ വീട് എങ്ങനെയുണ്ടെന്ന് എന്നോട് എല്ലാവരും ചോദിക്കും, ഓലക്കുടിയിലാണോ? ചോദ്യം സ്വാഭാവികമല്ലേ? ഞാൻ പറഞ്ഞു, ഞാനൊരു സാമൂഹ്യ ജീവി, എനിക്ക് എൻ്റെ ഭാര്യയുണ്ട്, ഭാര്യയുടെ ആഗ്രഹം ഞാൻ ഒപ്പം നിർത്തണം. എൻ്റെ ഉമ്മയുണ്ട്, ഉമ്മയുടെ ആഗ്രഹത്തോടൊപ്പം നിൽക്കണം. അവരൊക്കെ ജീവിച്ച് മരിച്ചു പോകുന്നത് കുറഞ്ഞ കാലയളവിലാണ്. അവർക്കെതിരെ നിന്നിട്ടല്ല ഞാൻ മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ പതുക്കെ നമ്മൾ ആശയം മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ ഏതായാലും 3000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ അവകാശം ഉള്ള ഒരാളാണ്, ശമ്പളം കൊണ്ട്. അങ്ങനെ എൻ്റെ കൂടൊപ്പം ഉള്ളവരൊക്കെ 3000 സ്ക്വയർ ഫീറ്റ് വീട് പണിതിട്ടുണ്ട്. അതാണ് ഞാൻ അവകാശം ചോദിച്ചത്. കാരണം പക്ഷെ ഞാൻ 1400 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പണിതിട്ടുണ്ട്. അത്രയെങ്കിലും ചെയ്തു എന്നുള്ളത് മാത്രം. ഇതാണ് അതിലെ കാര്യം. അപ്പോൾ ആരും പ്രയാസപ്പെടേണ്ട. ഇതിൽ ചിലപ്പോൾ ഞാൻ വീടുകളെ കുറിച്ച് പറയാറുണ്ട്. കോറിക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല. പല കോറിക്കെതിരെയും പണ്ട് സമരം ചെയ്യാൻ പോകുമ്പോൾ രാത്രിയിൽ കാവൽ നിന്നിട്ട് നമ്മൾ വീട്ടിലെത്തിച്ച് തന്ന കോറി സമരം വരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ. പക്ഷെ ഇപ്പം പോകാറില്ല. കാരണം എന്താ വെച്ചാൽ സമരം ചെയ്തവരുടെയൊക്കെ വലിയ വീടുകൾ കാണുമ്പോൾ സങ്കടം വരുന്നു. കാരണം മുറ്റത്ത് ഇൻ്റർലോക്ക് ഉണ്ട്, ഇഷ്ടംപോലെ ബേബി മെറ്റൽ മുറ്റത്ത് ചതുരി കിടക്കുന്നുണ്ട്, വലിയ രീതിയിൽ ആർഭാടത്തിൽ എംസാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ വീട് കുലുങ്ങുന്നത് കാണുമ്പോൾ കോറിക്കെതിരെ സമരം ചെയ്യുന്നു. പക്ഷെ നമ്മുടെ വലിയ വീടുകൾ അപ്പോഴും നമ്മൾ അറിയേണ്ടത് കോറിക്കെതിരെ സമരം ചെയ്യേണ്ടത് സ്വന്തത്തോടാണ്. കാരണം നമ്മൾ ഈ കോറി ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങാത്ത കാലം ഉണ്ടെങ്കിൽ കോറികളെല്ലാം പൂട്ടിപ്പോകും. STD ബൂത്ത് പൂട്ടിപ്പോയതുപോലെ. എന്തുകൊണ്ടാണ് പൂട്ടിയത്? ആരും സർക്കാർ പൂട്ടിച്ചതല്ല. STD ബൂത്തിലിട്ട് കറക്കി വിളിക്കാനുള്ള കാലമില്ല. ഇപ്പോൾ സമയം മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് അത് ഔട്ടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഒരു കാര്യം നിലനിൽക്കുള്ളൂ. ആർക്കും മത്തി വേണ്ടാത്ത നാട്ടിൽ ആരും മത്തി വെക്കൂല. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചിക്കൻ വേണ്ടാന്ന് തോന്നി തുടങ്ങും. എല്ലാവർക്കും ചിക്കൻ വേണ്ടാന്ന് തോന്നുകയാണ്. നമ്മുടെ നാട്ടിലെ ചിക്കൻ സ്റ്റാളുകളെല്ലാം പൂട്ടിപ്പോകും. നിങ്ങളുടെ നാട്ടിലെ കോറികളൊക്കെ നിന്ന് പോകണമെങ്കിൽ നിങ്ങളുടെ കോറി പോകാൻ കുറച്ചേ തീരും. ഇതാണ് എനിക്കുള്ള അതിൽ നൽകാനുള്ള കാര്യം. നിങ്ങളൊരു വീട് പണിയുമ്പോൾ 25 ലോഡ് മെറ്റൽ വേണ്ടടുത്ത് അത് 20 ലോഡാക്കാനെങ്കിലും ശ്രമിക്കുക. 15 ലോഡാക്കാൻ അത്രയും നന്ന്. 5 ലോഡ് കൊണ്ടാണെങ്കിൽ വളരെ നന്ന്. 1 ലോഡ് ഉപയോഗിക്കാതെ മുള കൊണ്ട് പണിയാണെങ്കിൽ അത്രയും നന്ന്. അത് നമുക്ക് കിട്ടുന്ന ഉയർച്ചക്കനുസരിച്ചുണ്ടാവും ആ ലാളിത്യം എന്ന് പറയുന്നത്. നമ്മളെത്ര ഉയർന്നു പോകുന്നുവോ അപ്പോൾ നമ്മൾ സൂഫിമാരോ മുനിമാരോ ഒക്കെ ആയിത്തീരും. അപ്പം ഞാനൊരു ഞാൻ കള്ള സൂഫി എന്നൊരു പോസ്റ്റ് ഇടാൻ വിചാരിച്ചിരുന്നു നാളെ. കാരണം ഞാൻ ഇന്നലെ സൂഫി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ ബുറൈവിയുടെ സമയത്ത് രാമക്കൽമേടിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പം വന്ന ചങ്ങാതിമാരെല്ലാം യാത്രാ ഗ്രൂപ്പ്, അതുപോലെ പരിസ്ഥിതി ഗ്രൂപ്പല്ല. ഇവരുടെ അടുത്ത് ഈ ലഡാക്കിലും മറ്റൊക്കെ പോകുമ്പം കിട്ടുന്ന പലതരം ഡ്രസ്സുകൾ, സൂഫിമാരുടെ ഡ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സിനിമക്കൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ വന്ന രീതിയിൽ പലതരം ഡ്രസ്സുകളൊക്കെ ആയിട്ട് വന്നിരിക്കുക. എന്നതൊക്കെ ഇട്ടിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ FBയിൽ നാളെ ഇടാം. ഒരു കള്ള സൂഫി എന്ന് എഴുതേണ്ടി വരും. സൂഫികളെ പിന്നാലെ പോവുക, മുനിമാരെ പിന്നാലെ പോവുക പുതിയ ട്രെൻഡാണ്. നല്ല കാര്യം. പക്ഷെ ആരാ സൂഫി? സൂഫി എന്ന് പറയുന്നത് അന്നത്തെ ആഹാരം കഴിക്കാനുള്ള ഒരു മഗ്ഗും ഒരു ക്രൈറ്റീരിയയാണ്. ഒരു ഖാൻഖായിലേക്ക് പ്രവേശിക്കാൻ ഖാജ മൊയ്തീൻ ചിസ്തി എഴുതി വെച്ചിരിക്കുക. തൻ്റെ ഖാൻഖായിലേക്ക് വരേണ്ടവർ കീറി പറഞ്ഞ തുന്നിയ വസ്ത്രം ധരിച്ചവരായിരിക്കണം. 5 കണ്ടീഷൻസാണ്. തല മുണ്ടനം ചെയ്തിരിക്കണം. 3ാമത് അയാളുടെ കയ്യിൽ ആകെ കൂടി സ്വത്തായിട്ട് ഉണ്ടാകേണ്ടത് അയാൾക്ക് കഴിക്കാനുള്ള ഒരു പാത്രം മാത്രമായിരിക്കണം. ഇങ്ങനെ എടുക്കുന്ന ഒരു സദസ്സ് വെച്ചിട്ട് പുതിയ ഷർട്ട് ഇട്ട ആളോട് ചോദിച്ചു എവിടെ പോയിന്ന്. അപ്പോൾ ആ കഥയാണ് നമ്മളിങ്ങനെ പല പ്രസംഗങ്ങളിലും കേൾക്കുന്നത്. അത് വീട്ടിലെ കൈക്കല കഷ്ണമായി വെച്ചിട്ടുണ്ട് എന്ന്. പാത്രത്തിൻ്റെ കൈക്കല ഇന്നലത്തെ കുപ്പായത്തിൻ്റെ അവസ്ഥയാണ്. അവിടെ എത്തുന്നവനാണ് സൂഫി. പക്ഷെ ഇന്ന് നമ്മൾ സൂഫികൾ ഹൈടെക് കാറിൽ പോണ കാലപ്പോൾ എന്നുവെച്ചാൽ എല്ലാം ഒരു കഥ മാത്രമാണ്. ആ സൂഫി കഥകളും വിശ്വസിച്ച് അല്ലെങ്കിൽ മഹർഷിമാരെ മുനിമാരെ കഥകളും കേട്ടിട്ട് ആ കഥ അങ്ങനെ പറയുന്നു. നമ്മൾ ആ ആഡംബര ജീവിതം നയിക്കുന്നു. നമ്മൾ അതിൻ്റെ ആളാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടേതായ തലത്തിൽ നിങ്ങൾ ജീവിക്കൂ. ആ ജീവിക്കുന്നതിൽ മാക്സിമം പ്രകൃതിയോട് ചേർന്ന് നിൽക്കൂ. കിളികളുടെ പാട്ട് കേട്ടും പുഴയുടെ താരാട്ട് കേട്ടിട്ടും കടൽക്കാറ്റേറ്റിട്ടും താഴ്വാരത്തോടെ നടക്കുമ്പോൾ വയൽത്തീരത്ത് നടക്കുമ്പോൾ നെൽവയലിൻ്റെ സുഗന്ധം ആസ്വദിച്ചും. സുഗന്ധത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 2 കാര്യം പറയാനുണ്ടെന്ന്. സൗന്ദര്യത്തെക്കുറിച്ചും. സൗന്ദര്യത്തിൻ്റെ സങ്കല്പം, സൗന്ദര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആപേക്ഷിക്കണം. എന്നുവെച്ചാൽ
ആപേക്ഷിക സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് സൗന്ദര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ചിലർക്ക് എന്നെ സൗന്ദര്യത്തിൽ തോന്നും, ചിലർക്ക് എന്നെ സൗന്ദര്യത്തിൽ തോന്നില്ല. ഇണകളെങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? നമ്മളെല്ലാവരും കണ്ണ് കെട്ടുന്നു, അല്ലെങ്കിൽ വധുവരന്മാരൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടല്ലോ, തിരഞ്ഞെടുത്ത് കെട്ടുന്നൊരു കാര്യം അതാണ്. അപ്പൊക്കെ സൗന്ദര്യം നോക്കുന്നുണ്ട്, എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. പുഴുവരിച്ച ഇലയുടെ വക്കുകളിൽ ഞാൻ സൗന്ദര്യം കാണുന്നു. എനിക്കിപ്പോൾ എഴുതിയതാണ് സൗന്ദര്യശാസ്ത്രത്തിൽ. പുഴുവരിച്ച ഇലയുടെ വക്കുകളിൽ ഞാൻ സൗന്ദര്യം കാണുന്നു എന്ന് വെച്ചാൽ ഇല നമ്മളെ സംബന്ധിച്ചോളം ഇല ചിത്രം വരയ്ക്കുക, ഇല കുട്ടിയെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ, അജയ് ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഒരു ഇലയുടെ സൗന്ദര്യത്തിലാണ് വരയ്ക്കുക. അപ്പോൾ വക്കുകളെല്ലാം തിന്നു തീർത്ത ഒരു വികലമായ ഒരു ഇലയുടെ ചിത്രം കാണുമ്പോൾ പറയാണ് പുഴുവരിച്ച ഇലയുടെ വക്കുകളിലും ഞാൻ സൗന്ദര്യം കാണുന്നു. അപ്പം ഒരു പുഴുവിലും സൗന്ദര്യം കാണുന്നു, അങ്ങനെയും പറയാം. പുഴു അരിച്ച ഇലയിലും സൗന്ദര്യം കാണുന്ന തലത്തിൽ നമ്മളെ സൗന്ദര്യത്തെ മാറ്റേണ്ടതുണ്ട്, സൗന്ദര്യ സങ്കല്പങ്ങളെ മാറേണ്ടതുണ്ട്. അപ്പോൾ വളരെ അലക്ഷ്യമായി പണിത് വെച്ച ഒരു കുടിലിനും സൗന്ദര്യമുണ്ട്. അവിടെ കുടിൽ കെട്ടി സമരം നടത്തിയപ്പോൾ അവർ പണിതിരിക്കുന്ന ആ കൊച്ചു കുടിലിന് അവരുടേതായ ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. എല്ലാത്തിനെയും അപ്പോൾ നമുക്ക് വൻകിട വീടുകൾ ഉണ്ടാക്കി വെക്കുമ്പോൾ മാത്രം എനിക്ക്, എന്നിട്ട് ആളുകൾക്ക് എന്തിനാ ഈ വലിയ വീട് പണിയെന്നറിയോ? വലിയ വീട് പണിയുന്നൊരു ലക്ഷ്യം ഈ വീടിൻ്റെ അകത്ത് ജീവിക്കാമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഞാൻ സൗന്ദര്യമുള്ളൊരു വീട് പണിതു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള പണി കൂടി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഉറങ്ങാനുള്ളതല്ല, ഇവൻ അസ്വസ്ഥപ്പെട്ടിരിക്കുക. കാരണം അപ്പുറത്ത് വലിയ വീട് പണിയുന്നു, ഇപ്പുറത്ത് വലിയ വീട് പണിയുന്നു. അപ്പോൾ എൻ്റെ വീട് കുഞ്ഞായിപ്പിക്കും. സ്ത്രീകൾക്കാണ് കൂടുതലുണ്ടാവുക. അവർ ഭർത്താവിന് പറയും നമ്മുടെ വീട് ഇങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് വിളിക്കാമെന്ന് പറയും, പുതിയ ആർക്കിടെക്റ്റിനെ കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സ്റ്റുഡൻറ്റ്, ഇവനിപ്പോൾ ഈ ആൾട്രേഷൻ എഞ്ചിനീയറാണ്. എന്നുവെച്ചാൽ വീടിൻ്റെ ഇങ്ങനെയുള്ള വീടിനെ നേരാക്കി കൊടുക്കുന്നു, ചെരിച്ചു കൊടുക്കുന്നു, മുമ്പിൽ 4 കാല് വെച്ച് കൊടുക്കുന്നു, നല്ല കാശാവും പറയാം. അതാണ് ഏറ്റവും സാറേ എളുപ്പമെന്ന്. അവൻ എന്തും തരാൻ തയ്യാറാണ്, എൻ്റെ വീട് ആധുനിക വീടായാൽ മതി. അപ്പം അടുക്കള പൊളിയുന്നു, വീട് കുളം പൊളിയുന്നു, ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പൊളിച്ച് പുതുതായിട്ട് പണിയുന്നവരൊക്കെ പിന്നിൽ അകത്തെ സുഖം കൂട്ടലല്ല, പുറത്തെ മോടിയുടെ ആളുകൾക്ക് തോന്നി. അപ്പോൾ സൗന്ദര്യത്തിൻ്റെ തലം വളരെ വലുതാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ നിലവിലുള്ളതിലൊക്കെ സൗന്ദര്യം കാണാൻ പറ്റുന്നെങ്കിൽ ഈ പാറപ്പുറത്തിരുന്നിട്ടും ക്ലാസ് കേട്ടിരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സൗന്ദര്യം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നാട്ടുമ്പുറത്തെ ചെറു കുന്നിനും ആ സൗന്ദര്യം കാണാൻ നമുക്ക് എപ്പം പറ്റുന്നു. അപ്പോൾ നമ്മളേറ്റവും ഉയർന്ന തലത്തിലെത്തി. ടൂർ പോകുമ്പോൾ ഊട്ടി കണ്ട വയലുകളിൽ നല്ല കാരറ്റ് തോട്ടം കാണുമ്പോൾ, നല്ല ഉരുളക്കിഴങ്ങ് തോട്ടം കാണുമ്പോൾ, ഏതെങ്കിലും അർത്ഥത്തിൽ അവിടെ കാണുന്ന എല്ലാ കൃഷിയിടത്തിലും നോക്കി എന്ന് പറയുന്നവർ അറിയേണ്ട നമ്മുടെ നാട്ടിലെ പൂള തോട്ടം കാണുമ്പോൾ ആ സൗന്ദര്യം, അത് സിനിമയിൽ കാണുമ്പോൾ രസമായിരിക്കും അല്ലേ? വാഴത്തോട്ടത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഏറ്റവും ഹലാൽ ലവ് സ്റ്റോറിയിൽ ഒരു വാഴ കാണിക്കുന്നുണ്ട്, വാഴക്കാട്ടിൽ എൻ്റെ വാഴത്തോട്ടമാണ് കാണിക്കുന്നത്. എല്ലാവരും എന്നോട് ചോദിച്ചു, മാഷെ ആ ലൊക്കേഷനിൽ ഞങ്ങളെ കൊണ്ടോ? എടാ എല്ലാ വാഴത്തോട്ടം ഇതുപോലെ തന്നെയാണ്. അത് ആകാശത്തുനിന്ന് ഈ ക്യാമറ വെച്ച് പിടിച്ചിട്ട് വാഴത്തോട്ടത്തിലൊന്നും ഇല്ല. അതിൽ നമുക്ക് തോന്നുന്നത് തന്നെയാണ് നമ്മുടെ സൗന്ദര്യം. അപ്പം പ്രകൃതിയുടെ സൗന്ദര്യം കാണാനും നമ്മുടെ ചുറ്റുപാടിൻ്റെ സൗന്ദര്യം കാണാനും സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാനൊക്കെ നമുക്കൊരു മനസ്സുണ്ടാകണം. ആ മനസ്സാണ് യഥാർത്ഥ ഒരു സൗന്ദര്യത്തെ സൃഷ്ടിക്കുന്നത്. ഒരാളെ ഇഷ്ടപ്പെടാനും ഒരു ചെടിയെ ഇഷ്ടപ്പെടാനും ഒക്കെ സാധ്യത ഉള്ളത്. അപ്പോൾ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ഒന്ന് പൊളിച്ചെഴുതണം. കണ്ട ചെടികളിലൊക്കെ, കണ്ട പൂക്കളിലൊക്കെ, നമ്മൾ ഇടംപരി വലംപരീൻ്റെ 2 നിറത്തിലുള്ള പൂവ് കണ്ടു. ഒരു ചെടിയിൽ 2 നിറത്തിൽ 2 ഭാഗത്തെ പിരിഞ്ഞിരിക്കുന്ന ഒരു വിത്ത് കാണുമ്പോൾ ആ വിത്തിനും സൗന്ദര്യം ഉണ്ടെന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ ആരോ പറയുന്നത് കേട്ട് ജീവിക്കാനുള്ളതെന്നർത്ഥം. എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനുള്ള എൻ്റെ ജീവിതം എന്നർത്ഥം. കണ്ടാലും മതി വരാത്തത്ര സുന്ദരമായ ഒരു സിനിമയുണ്ടെങ്കിൽ അത് പ്രപഞ്ചമാണ്. അതിലെ സീനുകൾ, കണ്ട കടലെല്ലാം നാളെ എന്തിനാ ബീച്ചിൽ എന്നും ഒരാൾ പോയിരിക്കുന്നത്? കടൽ തിരമാലകൾ എന്നും മാറിക്കൊണ്ടിരിക്കുന്നു, കടൽ പക്ഷികളുടെ പറക്കൽ എന്നും മാറിക്കൊണ്ടിരിക്കുന്നു, കടലിൻ്റെ സൗന്ദര്യം എന്നും മാറിക്കൊണ്ടിരിക്കുന്നു, ആകാശ നക്ഷത്രങ്ങൾ എന്നും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് 40 മിനിറ്റ് കൊണ്ട് ഇല്ലേ ഇവിടെ കണ്ട വേട്ടക്കാരനെ ഇവിടെ കണ്ടു. ആകാശമാണ് ഈ നിങ്ങളൊരു രംഗപടം നാടകം ചെയ്തവരുണ്ടെങ്കിൽ അറിയാം, നാടകത്തിലെ രംഗപടം മാറ്റണം കയറ് വലിച്ചു മാറ്റില്ല പണ്ട് ഡിജിറ്റൽ സ്ക്രീനിൻ്റെ മുമ്പ്. അപ്പോൾ സ്ക്രീൻ ആകെ മാറി, വീടിൻ്റെ സ്ഥാനത്ത് കാട് വരുന്നു. അപ്പോൾ നമ്മൾ ആ കഥാകാരൻ അല്ലെങ്കിൽ സംവിധായകൻ നമ്മളെ മൊത്തം കൊണ്ടുപോവുക വേറെ ലോകത്തേക്ക്. ഇതിനേക്കാളും വലിയ കാഴ്ചകളാണ് ആകാശം നൽകിക്കൊണ്ടിരിക്കുന്നത്. ചുമ്മാ ആകാശം നോക്കിക്കഴിഞ്ഞാൽ മതി, എല്ലാവരും മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങോട്ട് കറങ്ങുന്നു, ഇത് മറ്റേ ഇങ്ങോട്ട് കറങ്ങുന്ന പോലെ തോന്നുന്നു. യഥാർത്ഥത്തിൽ ആരും കറങ്ങുന്നുമില്ല, എന്നാൽ എല്ലാവരും കറങ്ങുന്നുണ്ട്. വട്ട കേസാത്, അങ്ങോട്ട് ഞാൻ പോകില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഭൂമിയിൽ നിങ്ങൾക്ക് പോകാനും കാണാനൊക്കെ പറ്റുന്ന ഒരു സമയമാണിപ്പോൾ. വന്നിരിക്കുന്നവരെല്ലാം ചെറുപ്പക്കാരാണ്. നിങ്ങളുടെ ഈ സമയത്തെ നിങ്ങൾ നേർക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഹരിതാപമാവുകയും ലളിതമാവുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്.
അത്രേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. ഇതിനോടൊപ്പമുള്ള ജീവിതം ഒരു ടെൻഷനില്ല. ആ കൂടെ ടെൻഷനുകളും കൂടെ വരുമ്പോൾ ഭക്ഷണം ഉണ്ടാവുമോ, അതൊരു ടെൻഷനല്ല. അതിനെ നമ്മൾ താൽക്കാലത്തേക്കുള്ള നമ്മുടെ ഒരു അസ്വസ്ഥതയായിട്ട് ആ ഒരു താൽക്കാലികമാണ്. അത് ഇന്നത്തോടെ അത് കഴിഞ്ഞു. നാളേക്ക് വെക്കുന്നവർ അതിലില്ല. ഈ ക്യാമ്പ് പിരിച്ചു വിടുന്നതോടുകൂടി അത് കഴിയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും വന്നു ചേരും. ഭാര്യ പ്രസവിക്കാനാകുമ്പോൾ ഒരു ആണിനുണ്ടാവുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്നത് പോലെ, അത് കെയറിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് അതെല്ലാവരിലും വരും. അതിനെല്ലാം നമ്മൾ ടെൻഷൻ എന്ന് പറയേണ്ടത്. ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ താളങ്ങൾ തെറ്റുന്ന കോലത്തിൽ നമ്മൾ പെരുമാറാൻ തുടങ്ങുമ്പം നമ്മൾ വേഗം പ്രകൃതിയിലേക്ക് തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ യാത്രയിലേക്ക് പോവുക. അതൊരു ഷോർട്ട് കട്ടാണ്.